പ്രിയപ്പെട്ട എല്ലാവർക്കും. സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്തായിരുന്നു ഇത് പ്രോഗ്രാം? ഞങ്ങൾ വിചാരിച്ച് ഇന്ന് വീടിനടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമേ. അപ്പോൾ നമ്മുടെ കിട്ടിയും പറഞ്ഞു വീടിൻ്റെ അടുത്ത് നല്ല താറാമുട്ട കറിയും പൊറോട്ടയും കിട്ടുന്നൊരു സ്ഥലമുണ്ട്, മോഹനൻ ചേട്ടൻ്റെ കട. ഞങ്ങൾ അവിടെ പോയി ചായ, താറാമുട്ട, പൊറോട്ട ഒക്കെ കഴിച്ച് അവിടുന്ന് നേരെ നമ്മുടെ പുറപ്പള്ളിക്കാവ് പാലത്തെത്തിയേ. ഇവിടെ എന്തിനാണ് വന്നതെന്നല്ലേ? ഇപ്പം കാണിച്ചു തരാം. പണ്ട് ഞാനൊരു റീലിട്ടത് ഓർമ്മയുണ്ടോ? കുറച്ച് ആമ്പൽപ്പൂക്കളും ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതെ, ഈ പുറപ്പള്ളിക്കാവ് പാലത്തിൻ്റെ അവിടെ നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഒരു വ്യൂ കിട്ടേ. ആ സമയം തന്നെ ഷട്ടർ തുറന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഒഴുക്കുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? മീൻപിടുത്തം വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ് എൻ്റെ കെട്ടിയനെ. എപ്പോഴും നമ്മുടെ വണ്ടിയിൽ ഈ സാധന സാമഗ്രികളൊക്കെ ഉണ്ടാവും. മീൻ പിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും വണ്ടിയിലുണ്ടാവും. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇരയൊക്കെ മേടിച്ചുകൊണ്ട് പോവേ. ആമ്പൽപ്പൂക്കളുടെ ഒരു ക്ലോസർ വ്യൂ നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് നോക്കി ഞാൻ കുറച്ചുകൂടി മുമ്പോട്ട് പോയി നോക്കിയേ. പക്ഷേ മാക്സിമം ഇത്രേ കിട്ടുന്നുള്ളൂ. കൂടെ നമ്മുടെ പ്രയാണുള്ളതുകൊണ്ട് പുള്ളിക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാക്ക, കൊക്ക്, ആകാശത്തോട് പോകുന്ന എയ്റോപ്ലെയിൻ ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടേ. യെസ്, ആ സമയമാണ് കിട്ടിയ പറയുന്നത് എന്തോ ഒരു കൊത്ത് കിട്ടിയിട്ടുണ്ട്, നോക്കട്ടെ എന്താണ് വരുന്നതെന്നേ. അതെ, നമുക്ക് കിട്ടിയതൊരു പൂളാനയായിരുന്നേ, കുഞ്ഞു പൂളാൻ. കണ്ടില്ലേ? കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ചെറിയൊരു ചാറ്റൽ മഴ പെയ്തു. വീണ്ടും നമുക്കൊരു പൂളാനെ കൂടെ കിട്ടി. പിന്നെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാമെന്ന് കരുതി അവിടുന്ന് വണ്ടി എടുത്തു. അവിടെ നിൽക്കുന്ന ചേട്ടന്മാർ പറഞ്ഞത് ചൂണ്ടിട്ടിട്ട് ഇത്ര നേരമായിട്ട് ഒരു കൊത്തൊന്നും ഇല്ലാന്ന്. പിന്നെ വഞ്ചിയിൽ കുറേ പേര് അവിടെ ദൂരെ പോയിട്ട് ചൂണ്ടിടുന്നുണ്ട്. നമ്മുടെ നോർത്ത് പറവൂരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ലൊക്കേഷൻ എവിടെയാണെന്ന് മനസ്സിലായെന്ന് പറയണേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ 4ാമത്തെ സ്ഥലത്തിലേക്ക് പോവാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് തോപ്പ് എന്നാണ്. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഭയങ്കര ഇന്നാളത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം. അമ്മയോട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ, ഇപ്പം വീഴുന്നു. പക്ഷെ അമ്മയ്ക്ക് ഒരു കുലുക്കുമില്ല. പണ്ട് പറയുന്ന പോലെ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല. കണ്ടില്ലേ ഈ സ്ഥലങ്ങളൊക്കെ? നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ? ഓ, അതെന്തിനുണ്ട് കൊള്ളാം. കല്ലിൻ്റെ അടിയിൽ കുറച്ച് മീനുകൾ ഒളിച്ചിരിപ്പുണ്ടേ. അവിടെ നിൽക്കുന്ന ചേട്ടന്മാർ നമ്മളതാ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ ഇരട്ടത്തടി പാലത്തിൽ കൂടി നിങ്ങൾ നടന്നിട്ടുണ്ടോ? ഞാൻ കുറച്ച് പേടിച്ചിട്ടാണ് നടന്നേ. അങ്ങനെ 3-4 ഡെസ്റ്റിനേഷൻ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളത് കവർ ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. പിണങ്ങുന്ന എങ്ങനെയാ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഈ സൺഡേ ഇതുപോലെ ഹാപ്പി ആൻഡ് ഫൺ ഫീൽഡ് ആയിരുന്നു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ടാറ്റാ, ബൈ, ടേക്ക് കെയർ.